മാസപ്പടി കേസ് എന്ന് പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഈ കേസ് കേരളത്തിൽ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതിന് ഒരു അവസാനവും ഇല്ലാണ്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇപ്പം CBI അന്വേഷണം ആവശ്യമാണ് എന്നുള്ളൊരു ഹർജിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഒരു സത്യവാങ്മൂലം അതിൻ്റെ മറുപടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് രസകരമായിട്ട് തോന്നി, ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിദ്യാസമ്പന്നയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അല്ലാത്തവരാരാണ്? ഒരു പക്ഷേ ബിടെക്കുകാരിയായിരിക്കാം. ബിടെക്ക് പഠിച്ചിട്ട് ജോലിയും കൂലിയും ഇല്ലാണ്ട് നടക്കുന്ന എത്രയോ യുവതലമുറയെ നമ്മളുടെ കൺമുമ്പിൽ എനിക്കറിയാവുന്ന എത്രയോ കുട്ടികളുണ്ട്. ബിടെക്കും അതിൻ്റെ എംടെക്കും കഴിഞ്ഞവർക്ക് പോലും ജോലി ഇല്ലാണ്ട് നടക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. എന്തെല്ലാം ട്രൈ ചെയ്തിട്ട് പോലും ഒരു ഗതിയും ഇല്ലാണ്ടിരിക്കുന്ന എത്രയോ കുട്ടികൾ. ബിടെക്ക് മാത്രമല്ലല്ലോ വലിയ ഡിഗ്രി എന്ന് പറയുന്ന മറ്റുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളൊക്കെ ഒരുപാട് ചെയ്ത് കഴിഞ്ഞ കുട്ടികൾ വെറുതെ നിൽപ്പുണ്ട്. അവർക്ക് ജോലി ഇല്ലാണ്ട് നിൽപ്പുണ്ട്. ബിടെക്ക് കഴിഞ്ഞ കുട്ടികൾ സ്വിഗ്ഗിക്ക് പോകുന്ന കുട്ടികളെ എനിക്കറിയാം. സ്വിഗ്ഗി, അതേപോലെ തന്നെ ഹോട്ടൽ ജീവനക്കാരായിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. പിന്നെ ലുലുവിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെ എനിക്കറിയാം. ബിടെക്ക് കഴിഞ്ഞ കുട്ടികളുടെ അവസ്ഥയാണ്. അപ്പം ഞാൻ വിദ്യാസമ്പന്ന എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ കഷായം ഗ്രീഷ്മയുടെ ആ വാക്കുകളാണ്. അതേ വാക്കുകൾ, ഞാൻ വിദ്യാസമ്പന്നയാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഇതിൽ കുറ്റത്തിൽ നിന്ന് എനിക്ക് ഇളവ് തരണം എന്ന് പറഞ്ഞ അതേ വാക്കുകളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കാരണം വിദ്യാസമ്പന്നയാണ്. വിദ്യാസമ്പന്നയ്ക്ക് എന്താ, തെറ്റ് ചെയ്താൽ എന്താ, തെറ്റല്ലാണ്ട് പോകും. തെറ്റ് ചെയ്ത കുറ്റക്കാരിയാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മടിക്കുത്തിൽ എന്തോ കനമില്ലെന്നോ അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയുള്ളൂ. എൻ്റെ മടിക്കുത്തിൽ കനമില്ലാത്തത് കൊണ്ട് എനിക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല, കനമുള്ളവൻ പേടിച്ചാൽ പോലെ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്നത് കാണാമല്ലോ. ധനമില്ലല്ലോ, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? പിന്നെ എന്താണ് നിങ്ങളുടെ എക്സാലോജിക്ക് കമ്പനിയിൽ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്താണ് നടന്നതെന്നങ്ങ് തുറന്നു പറഞ്ഞാൽ എന്താ? അതിനിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിപ്പം വീണ്ടും ഒരു മറുപടി സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. അതിനകത്ത് ഓരോ വാക്കുകൾ ഞാൻ പറയും. മാസപ്പടി CBI അന്വേഷണം വേണ്ട. പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ പറഞ്ഞ അങ്ങ് CBI അന്വേഷണം വേണ്ടാന്ന് കോടതി അങ്ങ് തീരുമാനിക്കല്ലേ. അങ്ങനെയുള്ള വല്ല കോടതിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. മാസപ്പടി CBI അന്വേഷണം വേണ്ട. മറ്റേ കടക്ക് പുറത്ത് നിലപാടുകളും മറ്റേ എന്താ പറയുന്നത്, ഞാൻ പറയുന്നതാണ് ഇവിടെ സംസ്ഥാനം കേൾക്കുന്നത്. അത് തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾ കൊടുത്തിരിക്കും. മാസപ്പടി കേസിൽ CBI അന്വേഷണം വേണ്ട. അതിന് കാരണം പറയുന്നുണ്ട്, SFIയുടെ അന്വേഷണം നിലനിൽക്കെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് CBI അന്വേഷണം? അത് കോടതി തീരുമാനിച്ചോളൂ. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് കേട്ട് മടുത്ത്. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ ഇത്രയും നാൾ ഇളവ് കിട്ടിയെന്ന് തിരിച്ച് ഈ ജനങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും വീണേ? സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണോ ഇത്ര ഇളവ് കിട്ടിയത്? നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. വേറെ ഇപ്പം ഞാനെങ്ങാനും ഇതേപോലെ ഒരു സ്ഥാപനം തുടങ്ങി എന്തെങ്കിലും ഒരു ചെറിയ അഴിമതി എങ്ങനെ കാട്ടിയിരുന്നെങ്കിൽ ഈശ്വര, ഞാനിപ്പോൾ ജയിലിൽ കിടന്ന് എണ്ണേണ്ടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ എത്രയോ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾ പൂട്ടുന്നു. നമ്മുടെ വലിയ ഇതാണ്, മുമ്പിലുള്ള സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുവാണ്. അപ്പോഴാണ് 2016 അത് പറയുന്നത് മുഖ്യമന്ത്രി ആയതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. മുഖ്യമന്ത്രി ആവുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് തുടങ്ങിയതായിരിക്കും ആ സ്ഥാപനം. എന്നിട്ട് വേണമല്ലോ വാരാൻ. എന്തായാലും വാരിയോ എടുത്തോ എന്താണെന്ന് അറിഞ്ഞൂടാ. 2016 തുടങ്ങിയ സ്ഥാപനം എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ പിന്നെ കണക്കുകൾ കാണിക്കുക, എന്തൊക്കെയാണ് നിങ്ങൾ സേവനം കൊടുത്തത്. ഇതങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനിങ്ങനെ കിടന്ന് എന്തൊക്കെയാണ് പറയുന്നത്. അടുത്ത് പറയാം, എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങളിൽ തൻ്റെ അച്ഛന് പങ്കില്ല. നമുക്കറിയാം എക്സാലോജിക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അച്ഛന് പങ്കില്ല. അച്ഛൻ നേരിട്ട് എടുക്കത്തില്ലല്ലോ. അതിനുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പുറം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പം അതിനകത്തെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കൂടെ പങ്ക് ഇതിനകത്തുണ്ട്. 13.5% ഷെയറുള്ള സർക്കാരിന് ഷെയറുള്ള പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പങ്ക് കൂടിയുണ്ട്. അപ്പോൾ അതിലേക്ക് പോയ സേവനത്തിൽ നൽകിയ ഈ ദുട്ടൊക്കെ എങ്ങോട്ട് പോയി? അത് പിന്നെ അച്ഛനല്ലേ? അതല്ല, അത് ഓക്കെ. അടുത്ത, അച്ഛൻ മുഖ്യമന്ത്രി ആയത് കമ്പനി സ്ഥാപിച്ച് 2 വർഷത്തിന് ശേഷം. അതുകൊണ്ട് എന്താണ്? അച്ഛൻ മുഖ്യമന്ത്രി ആവും എന്നുള്ളത് അറിയായിരുന്നല്ലോ. അപ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി ആയതിന് 2 വർഷം മുമ്പാണ് കമ്പനി സ്ഥാപിച്ചത്. ശരി, ആയിക്കോട്ടെ. എന്നാലെങ്കിലും ആ സേവനം എന്താണെന്നൊന്ന് പറഞ്ഞൂടെ എൻ്റെ പൊന്നു വീണ വിജയ. അടുത്ത, എക്സാലോജിക്ക് ബെനാമി കമ്പനിയല്ല. എക്സാലോജിക്കിൻ്റെ ബെനാമി കമ്പനിയല്ല.
AKG സെന്റർ സുരക്ഷിത താവളം എന്ന ആരോപണം അടിസ്ഥാനരഹിതം. ഏറ്റവും അധികം സുരക്ഷിത താവളമാണ് AKG സെന്റർ. കാരണം നമുക്കറിയാം അതിനകത്തൂടെയുള്ള കത്തിടപാടുകൾ. അപ്പോൾ AKG സെന്ററിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അറിയാണ്ടുള്ള കത്തിടപാടുകൾ. പിന്നെ എന്തിനാണ് അതിനകത്തൂടെ കത്തിടപാട് നടത്തിയത്? എന്തിനാണ് ഈ പറഞ്ഞോണം അതിനകത്ത് ഈ പറഞ്ഞോണം അവരുടെ പ്രധാനപ്പെട്ട രേഖകളും മറ്റുള്ളതും ഒക്കെ വരാൻ കാരണമായത്? ആര് അഡ്രസ്സ് കൊടുത്തു? AKG സെന്ററാണ് ഏറ്റവും വലിയ സുരക്ഷിത താവളം, ഒന്നുമല്ല. AKG സെന്ററിൻ്റെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ROC പിഴ ഈടാക്കിയത്. അതിൻ്റെ തെറ്റായ മേൽവിലാസം ഉപയോഗിച്ചതിനല്ല പോലും ROC പിഴ ഈടാക്കി. എന്തായാലും നല്ല സത്യവാങ്മൂലം തിരിച്ചു മറുപടി കൊടുത്തത് നല്ല രീതിയിലാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വിധി കോടതി എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ളത് കാത്തിരിക്കുകയാണ്. എന്തായാലും വല്ലാത്തൊരു വിചിത്രമായ സത്യവാങ്മൂലമാണ് ഇപ്പം വീണ വിജയൻ കൊടുത്തിരിക്കുന്നത്. ഇത് വീണ തന്നെ പെട്ടുപോകുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു അന്വേഷണം വരുമ്പോൾ അത് നമ്മുടെ മനസ്സിലായത് നമ്മളിൽ കള്ളമില്ല, നമ്മുടെ കൈകൾ ശുദ്ധമെങ്കിൽ അതിനെ നമുക്ക് നേരിടാവുന്നതാണ്. ഈ രീതിയിലല്ല നേരിടുന്നത്. CBI അന്വേഷണം വരട്ടെ പോരട്ടെ എന്നാണ് പറയേണ്ടുന്നത്. എൻ്റെ കയ്യിൽ കുറ്റമില്ലെങ്കിൽ CBI അന്വേഷണം ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചോളൂ, ഞങ്ങൾക്കതിൽ വിഷയമില്ല എന്ന് പറഞ്ഞ് ആ കൈകൾ ശുദ്ധമാക്കുകയാണ് വേണ്ടുന്നത്. ശുദ്ധമല്ലാത്ത കൈകൾക്കാണ് എതിർ മറുപടികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഞാൻ വിദ്യാസമ്പന്നയാണ്, ഞാൻ വിദ്യാസമ്പന്ന ആയതുകൊണ്ട് എന്നെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്ന ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. മാത്രമല്ല ഈ ഒരു കേസ് വരുമ്പോൾ ഈ എക്സാലോജിക് കമ്പനിയുമായിട്ട് എന്തൊക്കെ ഇടപാടുകളാണ് നടത്തിയത് കൃത്യമായിട്ട് അവർ പറയുന്നു. ടാക്സ് അടച്ചിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ ഇടപാടുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ ഭാര്യയുടെ റിട്ടയർമെൻറ്റ് ക്യാഷിൽ നിന്നാണ് മകളുടെ ഈ സ്ഥാപനം തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള സേവനങ്ങൾ പറയാമല്ലോ. CMRLുമായിട്ടുള്ള എന്തൊക്കെയാണ് ഇവർക്ക് കൊടുത്തത് കൃത്യമായി നമുക്കറിയാമോ. എന്തെങ്കിലും ഒരു മറ്റൊരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ടെൻഡർ വിളിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി കാണും, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ഇടപാടിൻ്റെ കോപ്പി, ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ അതാത് വർഷങ്ങൾ ഓഡിറ്റിങ് കറക്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഇത് കഴിഞ്ഞ് ഇത് കണ്ടുപിടിച്ച ഉടനെ ഇതിൻ്റെ വെബ്സൈറ്റും മൊത്തത്തിൽ പൂട്ടിക്കെട്ടി ഒരു പോക്കാണ് പോയി. ഇങ്ങനൊരു കമ്പനിയേ ഇല്ലെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ കഴിഞ്ഞെടുത്താണ് ഇത്രയും കൊണ്ടുവന്ന് എത്തിച്ചത്. വായിന്ന് ഒരിത്തിരി വരാൻ പാട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ നീളും. ഓരോ കേസിൽ ലവ്ലിംഗ് കേസ് ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കേസ് ഇങ്ങനെ നീണ്ടുപോവാണ്. ഈ നീണ്ടുപോകുന്ന കേസ് സാധാരണ വ്യക്തി, എനിക്ക് ലോജിക്കായിട്ട് തോന്നിയത്, സാധാരണ ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു കേസിലാകപ്പെട്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും വിചാരണയും കഴിഞ്ഞ് ജയിലിലായിപ്പോയി. ചില കേസുകൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില വമ്പന്മാരുടെ കേസുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് കോടതിയിൽ ഇങ്ങനെ വരുന്നത്? അതോ ഈ പറയുന്നത് പോലെ പ്രതിഭാഗത്തെ വക്കീൽ വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ വാദിഭാഗത്തെ വക്കീൽ അത്രയ്ക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവരുടെ തെളിവുകളുടെ അടിസ്ഥാനരഹിതമായിട്ടുള്ള തെളിവുകൾ കൊണ്ടാണ്? എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും ഈ രാഷ്ട്രീയ പാർട്ടി പൊതുവേ ഉള്ള ഒരു നിരീക്ഷണം നോക്കിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ചില വമ്പന്മാരുടെയൊക്കെ കേസുകൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ നീണ്ടുപോകുന്നതാണ്. അത് പല കേസുകളും നമ്മുടെ കേരള ചരിത്രത്തിൽ ഇങ്ങനെയുണ്ട്. അവസാനം ഇവർക്കൊക്കെ അനുകൂലമായിട്ട് വരും, ചിലതാണെങ്കിൽ പ്രതികൂലമായിട്ടും വരും. ഇങ്ങനെ മാസപ്പടി കേസ് ഇങ്ങനെ ചില കാലാവസ്ഥ അനുസരിച്ചാണ് ഇതിങ്ങനെ പൊങ്ങി വരും. കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഇതങ്ങ് താഴ്ന്നു വരും. ഒരു വല്ലാത്ത രാഷ്ട്രീയ കളികളായിട്ടൊക്കെയാണ് ഇത് തോന്നുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് കോടതിയുടെ നേർക്ക് നമ്മൾ ഒരിക്കലും, കോടതി എന്ന് പറയുന്നത് ഓരോ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരൻ്റെ അവസാനത്തെ ഒരു അത്താണി എന്ന് തന്നെ പറയാം. ഒരു പിടിവള്ളി തന്നെയാണ് കോടതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായാലും കൃത്യമായിട്ടുള്ള നിയമങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും അത് നടക്കേണ്ട സമയത്ത് ഇപ്പോൾ SFIയുടെ കൃത്യമായി ഇവരുടെ അവസാനത്തെ ഇത് എന്താണെന്നുള്ള കുറ്റപത്രമൊന്നും വീണ വിജയനോ അല്ലെങ്കിൽ എക്സാലോജി കമ്പനിക്കോ കിട്ടിയിട്ടില്ല അതിലെന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു CBI അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ള കൃത്യമായിട്ട് SFIയുടെ ഈ ഒരു കുറ്റപത്രത്തിൽ അവസാനം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതൊരു അഴിമതി കേസും കൂടെ ആയിട്ട് വരുന്നുണ്ട്. ED അന്വേഷണവും കൂടെ ആവശ്യപ്പെടുന്നു. കൃത്യമായിട്ടും അതിൻ്റെ യാഥാസ്ഥികത ഈ SFIയുടെ റിപ്പോർട്ട് കൃത്യമായിട്ട് ഇതിലേക്ക് പോവുകയാണ്, വിരൽ ചൂണ്ടുകയാണ്. അങ്ങനെ തന്നെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ തന്നെയാണ് കോടതി വിധിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയില്ല ഇനി അതിൻ്റെ മറ്റെന്തെങ്കിലും ക്രിയകളുണ്ട്. കാരണം ഈ ഒരു സത്യവാങ്മൂലം വെറും ഉടായിപ്പ് സത്യവാങ്മൂലം എന്നേ പറയാൻ പറ്റൂ. യാതൊരു ലോജിക്കും ഇല്ലാത്ത കുറേ ആരോപണങ്ങൾ തിരിച്ചു ഉന്നയിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ ഇപ്പോൾ SFI ആണെങ്കിൽ ഇതിപ്പം കൊടുത്തിരിക്കുന്ന ഒരു പത്രപ്രവർത്തകന് ഇദ്ദേഹം കൊടുത്ത CBI അന്വേഷണം വേണം,
എന്ന് പറയുമ്പോൾ അതുമായിട്ടാണ് പോരാടേണ്ടത്. ഇതിൽ വാളെടുത്ത് പോരാടുമ്പോൾ തിരിച്ച് ഗദയെടുക്കുന്ന ഗദയെടുത്തോട്ട് കുഴപ്പമില്ല, വാളെടുക്കുമ്പോൾ എന്തോ പണ്ട് അങ്ങനെ പറയുമല്ലോ, പയറ്റുമ്പോൾ അതേ വാൾ പയറ്റ് കൊണ്ട് പോരാടണം തോന്നുള്ളൂ. അതല്ല, ഇത് ഒന്ന് പറയുമ്പം കാന്ന് പറയുമ്പം പാന്ന് കേൾക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇനി എന്താണ് കോടതിയുടെ റിപ്ലൈ, അല്ലെങ്കിൽ കോടതി എന്താണ് വിധിക്കുന്നത്, അല്ലെങ്കിൽ SFIയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിലെന്താണ് വരുന്നതെന്നുള്ളതൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ കാണാം. ഈ ഒരു നിലമ്പൂരിലെ ചൂട് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടാണ് ഞാൻ ഉദ്ദേശിച്ചത്. വല്ലാണ്ട് വർദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരറ്റത്ത് വർഗീയ പാർട്ടികളെ കക്ഷി ചേർക്കുന്നു, മറൊറ്റത്ത് മാസപ്പടി കേസ്. എന്തായാലും LDF സർക്കാരിന് ഒരു വല്ലാത്ത കണ്ടകശനി തന്നെയാണ്.